ഹലോ, ഗുഡ് ഈവനിങ് എവരിവൺ. അപ്പോൾ നമ്മൾ HIV ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആണ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ HIV വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് MCQs ആണ്. അപ്പോൾ നമുക്ക് ഒന്നിച്ച് ആൻസർ ചെയ്ത് പോവാം. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻസും ഓപ്ഷൻസും ഇവിടെ ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങളും ഒന്നിച്ച് ആൻസർ ചെയ്ത് പോവാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എല്ലാവർക്കും HIV പറ്റിയൊക്കെ നന്നായിട്ട് അറിയായിരിക്കും അല്ലെ. നമ്മൾ December 1 നമ്മൾ HIV ഡേ ആയിട്ട് ആഘോഷിക്കുന്നത്. അപ്പൊ നമുക്ക് എല്ലാം അറിയാം. നമുക്ക് HIV ഏത് ജീനസിലാണ് വരിക, ഏത് സ്പീഷീസ് ആണ്, എന്താണ് HIV, എന്താണ് കോസ് ചെയ്യുക, അതൊക്കെ നമുക്ക് അറിയാം. അപ്പൊ HIV റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് MCQs, ഓക്കെ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള MCQs ആണ്. അപ്പൊ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. HIV belong to which sub family of retrovirus? അപ്പൊ നമുക്കറിയാം HIV retrovirus ആണ്, എല്ലാവർക്കും അറിയാം അല്ലെ. അപ്പൊ അതിന്റെ സബ് ഫാമിലി ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ഫസ്റ്റ് ഓർത്തോമിക്സോവിരിഡെ, then lentivirus, then C flavivirus, then D paramyxovirus. ഏതാണ് വരിക ഒന്ന് കമന്റ് ചെയ്തേ. ഏതാണ് വരിക ആൻസർ? അപ്പൊ HIV നമുക്കറിയാം, നമുക്ക് ഫാമിലി അറിയാം, റെട്രോവൈറസ് ആണ് നമുക്കറിയാം. അപ്പൊ അതിന്റെ സബ് ഫാമിലി ആണ് ചോദിച്ചിട്ടുള്ളത്. കാരണം നമുക്ക് പെട്ടെന്ന് HIV എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലോട്ട് വരുന്നത് റെട്രോവൈറസ് ആണെന്നാണ് അല്ലെ. പെട്ടെന്ന് അതിന്റെ സബ് ഫാമിലി ഏതാണ്, ജീനസ് ഏതാണെന്നൊന്നും പെട്ടെന്ന് നമ്മുടെ മൈൻഡിലോട്ട് വരില്ല. അപ്പൊ നമ്മൾ ഓർത്തിരിക്കുക. യെസ്, ഏതാണെന്ന് കമന്റ് ചെയ്തേ. യെസ്, ഓപ്ഷൻ ബി ആണ്, ലെന്റിവൈറസ് ആണ് ഇതിന്റെ ജീനസ് വരിക. ഓക്കെ, അപ്പോ HIV is a member of the lentivirus subfamily of Retroviridae, known for causing chronic and latent infections. ഓക്കെ, അപ്പൊ ബി ആണ് നമ്മുടെ ആൻസർ, ലെന്റിവൈറസ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ജീൻ ഇൻ HIV encodes reverse transcriptase? GAG, ENV, POL, then NEF. ഏതാണ് ആൻസർ വരിക? വിച്ച് ജീൻ HIV encode reverse transcriptase? അപ്പൊ ശ്രദ്ധിക്കുക, റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ GAG ഉണ്ട്, ENV ഉണ്ട്, POL ഉണ്ട്, NEF ഉണ്ട്. ഏതാണ് വരുക? ഏതാ വരുക? ഒന്ന് കമന്റ് ചെയ്തേ. റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ സി POL ആണ് അല്ലെ. അപ്പൊ നമുക്ക് നോക്കാം. ദ POL, നമുക്ക് ഓരോ ജീനിനും നോക്കാം. ഓക്കെ, ആ ജീൻ എന്താണ് എൻകോഡ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പൊ POL ജീൻ എൻകോഡ് എൻസൈം ഇൻക്ലൂഡിംഗ് റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ്, ഇന്റഗ്രേസ് ആൻഡ് പ്രോട്ടിയേസ് ആണ്. ദെൻ GAG, ബാക്കി ഓപ്ഷൻ കൂടെ ഒന്ന് നമുക്ക് നോക്കാം. GAG ജീൻ എൻകോഡ്സ് കോർ പ്രോട്ടീൻ ആണ്. അതിൽ P15, P18, then P24 ആണ് വരുന്നത്. ദെൻ ENV ജീൻ എൻകോഡ് എൻവലപ്പ് ഗ്ലൈക്കോ പ്രോട്ടീൻ, അതായത് GP160, then splitting into 120 and GP41. ഓക്കെ, അപ്പൊ അതാണ്, ഒന്ന് ശ്രദ്ധിക്കുക. അപ്പൊ ഓരോ ജീനും എന്താണ് എൻകോഡ് ചെയ്യുന്നത് ഒന്ന് ശ്രദ്ധിക്കുക. അപ്പൊ ഇവിടെ ചോദിച്ചിട്ടുള്ള റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ് ആണ്. ഓക്കെ, എന്താണ് ചോദിച്ചിട്ടുള്ളത്? റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ് ആണ്. അത് POL ആണ്. എന്താ വരുമോ? POL. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ദ കോർ ആന്റിജൻ ഓഫ് HIV യൂസ്ഡ് ഫോർ ഏർലി ഡിറ്റക്ഷൻ? GP41, P24, GP120, GP160. ഏതാണ് വരിക? HIV യൂസ്ഡ് ഫോർ ഏർലി ഡിറ്റക്ഷൻ ആണ്. ശ്രദ്ധിക്കണേ, കോർ ആന്റിജൻ, HIVയുടെ കോർ ആന്റിജൻ ആണ് ചോദിച്ചിട്ടുള്ളത്. ഏർലി ഡിറ്റക്ഷൻ ഏത് വരും? ഒന്ന് കമന്റ് ചെയ്യൂ. GP41 ആണോ, P24 ആണോ, അതോ GP120 ആണോ, അതോ GP160 ആണോ വരുക? ഏതാ വരുക? ഏത് വരും? യെസ്, വെരി ഗുഡ്. ഓക്കെ, അമിന, ഷാനു, ഓക്കെ, ചിപ്പി, ചിന്നു, ഓക്കെ, ദർശന, വെരി ഗുഡ്. ഓക്കെ, ബി ആണ്, P24. ഓക്കെ, P24 is a group specific antigen and important early serological marker. It is a stable and is useful for diagnosis. അപ്പൊ ശ്രദ്ധിക്കുക, നമ്മൾ ഏർലി ഡിറ്റക്ഷൻ ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ മറക്കരുത്, P24 അത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. എക്സാമിന് ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചു കണ്ടിട്ടുണ്ട്. അപ്പൊ ഒന്ന് ശ്രദ്ധിക്കുക, ഒന്ന് നമ്മുടെ മൈൻഡിൽ വെക്കുക. ഓക്കെ, ഇറ്റ്സ് എ ഏർലി സെറോളജിക്കൽ മാർക്കർ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. HIV യൂസസ് വിച്ച് റിസപ്റ്റർ ഫോർ സെൽ എൻട്രി? ഏതാണ്? CD8 and CCR4, CD4 and CXCR4 or CCR5, then CD40 and CD3, then CD28 and CCR1. ഇത് നമുക്ക് ഓപ്ഷൻ കാണാതെ തന്നെ ഈ HIV ഏത് റിസപ്റ്റർ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റാത്തൊരു ക്വസ്റ്റ്യൻ ആണ് അല്ലെ. HIV നമ്മൾ പഠിക്കുമ്പോൾ വളരെ ബേസിക് ആയിട്ട് നമ്മൾ ഫസ്റ്റ് പഠിക്കുന്ന ഒരു കാര്യമാണിത്. ഏത് റിസപ്റ്റർ ആണ് സെൽ എൻട്രി HIV യൂസ് ചെയ്യുന്നത് അല്ലെ? ഏതാണ് വരും? ഒന്ന് കമന്റ് ചെയ്തേ. CD8 ആണോ, അതോ CD4 ആണോ, അതോ CD40 ആണോ, അതോ CD28 ആണോ വരുക? ഏതാ വരുക? യെസ്,
ചിപ്പി, രേഷ്മ, അമിന. ഓക്കെ, യെസ്, വെരി ഗുഡ്. ആ അതെ അതെ, ബി ആണ് വരും അല്ലെ. ഓക്കെ, ഒരുപാട് പേര് ആൻസർ ചെയ്യുന്നുണ്ട്. യെസ്, ബി ആണ്. Okay, GP120 bind CD4 and co-receptor CCR5, macrophage tropic, and then CXCR4, so T cell tropic ആണ്, then chemokine receptors. CD4 ഒന്നോർത്തിരിക്കാട്ടോ, CD4. Then which structural glycoprotein mediate fusion with the host membrane? GP120, GP41, then P24, then GP160. ഏത് സ്ട്രക്ചറൽ പ്രോട്ടീൻ ആണ് മീഡിയേറ്റ് ചെയ്യുന്ന ഫ്യൂഷൻ വിത്ത് ഹോസ്റ്റ് മെമ്പറൈൻ ആയിട്ട് ഫ്യൂഷൻ ആയിട്ട് ഏത് സ്ട്രക്ചറൽ പ്രോട്ടീൻ ഗ്ലൈക്കോ പ്രോട്ടീൻ ആണ് മീഡിയേറ്റ് ചെയ്യുന്നത്? GP120 ആണോ, അതോ GP41 ആണോ, അതോ P24 ആണോ, അതോ GP160 ആണോ? ഏതാണ്? ഒന്ന് കമന്റ് ചെയ്തേ എല്ലാരും. ഇത്ര നേരം നിങ്ങൾ ആൻസർ ചെയ്തൊക്കെ ശരിയായിരുന്നു. എല്ലാരും ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ. നമുക്ക് തെറ്റാണെങ്കിലും കുഴപ്പമില്ല, നമുക്ക് കറക്റ്റ് ചെയ്ത് പോവാലോ. ഓക്കെ, അപ്പൊ എല്ലാരും ഒന്ന് കമന്റ് ചെയ്തേ, ഏതാണ് സ്ട്രക്ചറൽ ഗ്ലൈക്കോ പ്രോട്ടീൻ മീഡിയേറ്റ് ചെയ്യുന്നത്? ഓക്കെ, വെരി ഗുഡ്. ഓപ്ഷൻ ബി ആണ്. ഓക്കെ, ഓപ്ഷൻ ബി ആണ് GP41. ഓക്കെ, GP41 മീഡിയേറ്റ് ഫ്യൂഷൻ ആഫ്റ്റർ GP120. അപ്പൊ കുറച്ചുപേർക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ട് അല്ലെ, എ ആണോ എന്നുള്ളത്. ഓക്കെ, അപ്പൊ എ അല്ല, GP120 അല്ല കേട്ടോ. അപ്പൊ ഒന്ന് കറക്റ്റ് ചെയ്യാ, GP41 ആണ് മീഡിയേറ്റ് ദ ഫ്യൂഷൻ ആഫ്റ്റർ GP120 ബൈ ടു CD4 റിസപ്റ്റേഴ്സ്. ഈ GP120 CD4 റിസപ്റ്റേഴ്സ് ആയിട്ടുള്ള അതിന് ശേഷമാണ്, ആ ബൈൻഡിന് ശേഷമാണ് ഈ GP41 മീഡിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ അതൊന്ന് ഓർത്തിരിക്കുക, കാരണം കുറച്ചു പേർക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, the next question is HIV2 is more closely related to HIV1, HTLV1, then Simon's immunodeficiency virus, Epstein-Barr virus. EBV ഏതാണ് വരിക? HIV2 ആണ്. ഇതിൽ ഏത് ഡിസീസ് ആയിട്ടാണ് ക്ലോസ്ലി റിലേറ്റ് ചെയ്തിരിക്കുന്നത്? HIV1 ആണോ, അതോ HTLV1 ആണോ, അതോ SI നമ്മൾ സിമിയൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് ആണോ, അതോ EBV ആണോ, എപ്സ്റ്റീൻ ബാർ വൈറസ് ആണോ? ഏതാണ് വരിക? ഒന്ന് കമന്റ് ചെയ്തേ. ഏതാണ്? HIV2 ആണ്. ശ്രദ്ധിക്കണം, HIV2 ആണ്. ഏതായിട്ടാണ് കുറച്ചുകൂടി ക്ലോസ്ലി റിലേറ്റ് ചെയ്തിരിക്കുന്നത്? ഓപ്ഷൻ സി ആണ്, സിമിയൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് ആണ്. HIV2 is genetically closer to SIV than HIV. Okay, HIV1. അപ്പൊ HIV2 ജനറ്റിക്കലി ഏതിനോടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്? SIV, സിമിയൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് ആയിട്ടാണ് ജനറ്റിക്കലി ക്ലോസർ ആയിട്ടുള്ളത്. ഈ HIV1 അപേക്ഷിച്ച് നോക്കുമ്പോൾ HIV2 ആണ് കുറച്ചുകൂടെ ക്ലോസർ. ഓക്കെ, ദെൻ മോസ്റ്റ് സെൻസിറ്റീവ് മെത്തേഡ് ഫോർ HIV വൈറസ് ഐസൊലേഷൻ ഈസ് PCR, co-cultivation, then western blot, ELISA. നമ്മൾ HIV പഠിച്ചപ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ് മോർഫോളജി കാര്യങ്ങളൊക്കെ പഠിച്ചു. അതിന് നമ്മൾ അതിന്റെ കൾട്ടിവേഷനും ഐസൊലേഷൻ അങ്ങനെ കുറെ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. അതിന്റെ പാത്തോജൻസിസ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ നമ്മൾ ഈ ഐസൊലേഷനിൽ നമ്മൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചിട്ടുള്ളതാണ്. അതിൽ ഏതാണ് മോസ്റ്റ് സെൻസിറ്റീവ് ആയിട്ടുള്ള മെത്തേഡ്? HIV ഐസൊലേറ്റ് ചെയ്യാനുള്ള മോസ്റ്റ് സെൻസിറ്റീവ് മെത്തേഡ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. PCR ആണോ, അതോ കോ കൾട്ടിവേഷൻ ആണോ, അതോ വെസ്റ്റേൺ ബ്ലോട്ട് ആണോ, അതോ ELISA ആണോ? ഏതാണ് മോർ സെൻസിറ്റീവ് ആയിട്ടുള്ള ആ ഒരു HIV ഐസൊലേഷൻ മെത്തേഡ്? കോ കൾട്ടിവേഷൻ ആണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. ആൻഡ് ദ കോ കൾട്ടിവേഷൻ ഓഫ് mononuclear cell is most sensitive for isolation of HIV in culture. Then co-cultivating infecting and uninfected mononuclear cell facilitate HIV replication. അപ്പൊ എന്തുകൊണ്ടാണ് അതിരിക്കുന്നത്? ഈ കോ കൾട്ടിവേഷൻ എന്താ ചെയ്യുന്നത്? ഇൻഫെക്റ്റഡ് ആൻഡ് അൺഇൻഫെക്റ്റഡ് മോണോന്യൂക്ലിയർ സെൽസ് ടു ഫെസിലിറ്റേറ്റ് HIV replication. Then viral growth indicated by presence of HIV, P24 antigen and reverse transcriptase. Okay, അപ്പൊ അതുകൊണ്ടാണ് മോസ്റ്റ് സെൻസിറ്റീവ് ആയിട്ടുള്ള മെത്തേഡ് എന്നാണ് നമ്മളടുത്ത് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ കോ കൾട്ടിവേഷൻ ആണ് മോസ്റ്റ് സെൻസിറ്റീവ് ആയിട്ടുള്ള HIV ഐസൊലേറ്റ് ചെയ്യാനുള്ള. കാരണം നമുക്ക് അതിന്റെ HIV റെപ്ലിക്കേഷൻ ഒക്കെ ഫെസിലിറ്റേറ്റ് ചെയ്യാം. അങ്ങനെ നമുക്ക് അതിനെ ഐസൊലേറ്റ് ചെയ്തിട്ട് കൾച്ചർ എടുക്കണം. ഓക്കെ, അപ്പൊ നമ്മൾ കോ കൾട്ടിവേഷൻ ആണ് മോസ്റ്റ് ആയിട്ടുള്ള യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡ്. ഓക്കെ, ബാക്കി നമ്മൾ ഈ ഇതെല്ലാം തന്നെ കൺഫേം ചെയ്യാനും അതുപോലെ സ്ക്രീനിങ് അങ്ങനെ കുറെ കാര്യങ്ങൾക്കാണ് ബാക്കിയുള്ള മെത്തേഡ്സ് ഒക്കെ ഉപയോഗിക്കുന്നത്. ഓക്കെ, ദ മെയിൻ എൻസൈം ഫോർ ഇന്റഗ്രേറ്റിംഗ് വൈറൽ DNA into host genome is reverse transcriptase, integrase, protease, then RNA polymerase. ഏതാണ് വരുക? ഏത് വരും? The main enzyme for integrating viral DNA into host genome. Reverse transcriptase ആണോ, integrase ആണോ? ഏതാണ് മെയിൻ എൻസൈം?
ഇന്റഗ്രേറ്റിംഗ് വൈറൽ ഡി എൻ എ എവിടേക്ക് ഹോസ്റ്റ് ജീനോമായിട്ടുള്ള ആ ഒരു ഇന്റഗ്രേറ്റിംഗ് ആയിട്ടുള്ള മെയിൻ എൻസൈം റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ് ഇന്റഗ്രേസ് പ്രോട്ടിയേസ് ദെൻ RNA പോളിമറേസ്. ഏതാണ് ആൻസർ വരിക? യെസ്, ഓപ്ഷൻ ബി ആണ്, ഇന്റഗ്രേസ് ആണ്. ഓക്കെ, ഇന്റഗ്രേസ് ഹെൽപ്പ് ഇൻകോർപ്പറേറ്റ് പ്രോ വൈറൽ DNA ഇൻടു ഹോസ്റ്റ് ജീനോം. ഓക്കെ, അപ്പൊ ബി ആണ് നമ്മുടെ ആൻസർ. നെക്സ്റ്റ്, ദ എൻവലപ്പ് glycoprotein responsible for antigenic variation is GP160, GP41, then GP120, then P24. ഏതാണ്? envelope glycoprotein ആന്റിജനിക് വേരിയേഷൻ ഉള്ള റെസ്പോൺസിബിൾ. എന്തിനാണ് റെസ്പോൺസിബിൾ? ഫോർ ആന്റിജനിക് വേരിയേഷൻ. ഏത് എൻവലപ്പ് ഗ്ലൈക്കോപ്രോട്ടീൻ ആണ് ഈ ആന്റിജനിക് വേരിയേഷനോട് റെസ്പോൺസിബിൾ? ഏതാണ്? GP160 ആണോ, 41 ആണോ, 120 ആണോ, അതോ P24 ആണോ? ഏതാ വരുവാ? ഒന്ന് കമന്റ് ചെയ്തേ. ഏത് വരും? ഏതാണ് ഇതിൽ ആൻസർ വരിക? ഏത് എൻവലപ്പ് ഗ്ലൈക്കോപ്രോട്ടീൻ ആണ് റെസ്പോൺസിബിൾ ആയിരിക്കുന്നത് ആന്റിജനിക് വേരിയേഷനോട്? ഏത് ഗ്ലൈക്കോപ്രോട്ടീൻ ആണ്? യെസ്, ഓപ്ഷൻ സി ആണ്, GP120. ഓക്കെ, GP120 ആണ്. GP120 exhibits antigenic variation especially in the V3 loop region. എവിടെയാണ്? അതൊന്ന് നോട്ട് ചെയ്യുക. V3 loop region. Okay, the V3 loop shows high antigenic variability and immunogenicity. അപ്പൊ ഇതൊന്ന് നോട്ട് ചെയ്യുക. ഹൈ ആന്റിജനിക് വാരിയബിലിറ്റി അതുപോലെ തന്നെ ഇമ്മ്യൂണോജെനിസിറ്റി എവിടെയാണുള്ളത്? V3 loop. അവിടെയാണ് ഈ GP120 ഈ ഒരു ആന്റിജനിക് വേരിയേഷൻ ഒക്കെ എക്സിബിറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ ആൻസർ വരെ ഓപ്ഷൻ സി ആണ്, GP120. Then which statement about P24 antigen is false? ശ്രദ്ധിക്കുക, false ആണ് ചോദിച്ചിട്ടുള്ളത്. നമ്മൾ ഇത്ര നേരം P24ന്റെ കാര്യങ്ങളൊക്കെ പഠിച്ചിരുന്നു അല്ലേ? അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റിൽ ഏതാണ് false എന്ന് നമുക്ക് നോക്കാം. It is a part of viral core and it persists long after antibody formation and then it is antigenically stable and then it confer protective immunity. ഏതാണ്? ഏത് സ്റ്റേറ്റ്മെന്റാണ് false ആണ്? ശ്രദ്ധിക്കുക, ഫോൾസ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഇറ്റ് ഇസ് എ പാർട്ട് ഓഫ് ദ വൈറൽ കോർ ആൻഡ് ഇറ്റ് പെർസിസ്റ്റ് ലോങ് ആഫ്റ്റർ ആന്റിബോഡി ഫോർമേഷൻ ആൻഡ് ഇറ്റ് ഈസ് ആന്റിജനിക്കലി സ്റ്റേബിൾ ആൻഡ് ഇറ്റ് ഈസ് കൺഫേഴ്സ് പ്രൊട്ടക്റ്റീവ് ഇമ്മ്യൂണിറ്റി. ഈ P24 ആന്റിജനെ സംബന്ധിച്ചിടത്തോളം ഇതിൽ ഏതാണ് ഫോൾസ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്? അതൊരു വൈറൽ കോറിന്റെ പാർട്ടാണോ, അതോ ഒരു ആന്റിബോഡി ഫോർമേഷൻ ആ സമയത്ത് ഒരു പെർസിസ്റ്റ് ലോങ് ആഫ്റ്റർ ഒരു ആന്റിബോഡി ഫോർമേഷൻ അതാണോ, അതോ ആന്റിജനിക്കലി അത് സ്റ്റേബിൾ ആണോ, അതോ ഒരു പ്രൊട്ടക്റ്റീവ് കമ്മ്യൂണിറ്റി ആണോ കൺഫർ ചെയ്യണത്? ഏതാണ് ഇതിൽ ഫോൾസ് ആയിട്ടുള്ള കാര്യം? ഏതാണ് ഫോൾസ് ആയിട്ടുള്ള കാര്യം? ഓപ്ഷൻ ഡി ആണ്, ഇറ്റ് കൺഫേഴ്സ് പ്രൊട്ടക്റ്റീവ് ഇമ്മ്യൂണിറ്റി ആൻഡ് P24 is not neutralizing antibodies against are not protective. ഓക്കെ, ഇതൊരു പ്രൊട്ടക്റ്റീവ് ഇമ്മ്യൂണിറ്റി അല്ല കൺഫർ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ബാക്കി എല്ലാ സ്റ്റേറ്റ്മെന്റും ശരിയാണ്. നമ്മൾ P24 ആന്റിജനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പാർട്ട് ഓഫ് വൈറൽ കോർ ആണ്. ഇത് പെർസിസ്റ്റ് ലോങ് ആഫ്റ്റർ ആന്റിബോഡി ഫോർമേഷൻ ആണ്. അതുപോലെ തന്നെ ഇത് ആന്റിജനിക്കലി സ്റ്റേബിൾ ആണ്. അപ്പൊ ഇതൊരു പ്രൊട്ടക്റ്റീവ് ഇമ്മ്യൂണിറ്റി കൺഫർ ചെയ്യുന്നില്ല. ഓക്കെ, അപ്പൊ അത് ഫോൾസ് ആണ്. Then next, what characteristics the window period in HIV infection? അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ HIV പഠിക്കുമ്പോൾ തന്നെ ഈ വിൻഡോ പീരീഡ് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ നോട്ട് ചെയ്തിട്ടുള്ള ഒരു കാര്യമായിരിക്കും. എക്സാമിനും ഒരുപാട് തവണ ഈ വിൻഡോ പീരീഡ് എന്താന്ന് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസും ചോദിച്ചു കണ്ടിട്ടുണ്ട്. അപ്പൊ ഒന്ന് ശ്രദ്ധിക്കാം. വിൻഡോ പീരീഡ് HIV ഇൻഫെക്ഷനിൽ വിൻഡോ പീരീഡിന്റെ ഏതാണ് ആ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്ന് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഓരോ ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ, absence of symptoms and then presence of antibodies, then option C, presence of antigen but absence of antibody, then negative ELISA and western blot. ഏതാണ്? വിൻഡോ പീരീഡ്. HIV ഇൻഫെക്ഷനിലെ വിൻഡോ പീരീഡ് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആ സിംറ്റം ആബ്സെന്റ് ആയിരിക്കുന്നതാണോ, അതോ ആന്റിബോഡീസ് പ്രസൻസ്, ആ ആന്റിബോഡീസിന്റെ പ്രസൻസ് ആണോ, അതോ പ്രസൻസ് ഓഫ് ആന്റിജൻ ബട്ട് ആബ്സെൻസ് ഓഫ് ആന്റിബോഡീസ് ആണോ, അതോ നെഗറ്റീവ് എലൈസ ആൻഡ് വെസ്റ്റേൺ ബ്ലോട്ട് ആണോ? ഏതാണ് ആ വിൻഡോ പീരീഡ്? നമ്മൾ സിംറ്റംസ് ഒന്നും ഇല്ലാതിരിക്കുന്ന അവസ്ഥയാണോ, അല്ലെങ്കിൽ ആന്റിബോഡീസ് ഒക്കെ ഉണ്ടാവുന്ന അവസ്ഥയാണോ, അതോ ആന്റിജൻ ഉണ്ട് പക്ഷെ ആന്റിബോഡി ഇല്ല ആ ഒരു അവസ്ഥയാണോ, അതോ അല്ലെങ്കിൽ നമ്മൾ എലൈസ ചെയ്യുമ്പോഴാണെങ്കിലും വെസ്റ്റേൺ ബ്ലോട്ട് ചെയ്യുമ്പോഴാണെങ്കിലും നമുക്ക് നെഗറ്റീവ് റിസൾട്ട് കിട്ടുന്നു, അതാണോ? ഏത് കണ്ടീഷനാണ് ഈ HIV ഇൻഫെക്ഷനിലെ വിൻഡോ പീരീഡ് എന്ന് പറയുന്നത്? ഏതാണ്? യെസ്, വെരി ഗുഡ്. അമിന, ഷാനു, ചിന്നു, ഓക്കെ, ദർശന, ഓക്കെ, വെരി ഗുഡ്. ഓപ്ഷൻ സി ആണ്, പ്രസൻസ് ഓഫ് ആന്റിജൻ. പക്ഷെ എന്താണ് അവിടെ? ആബ്സെൻസ് ഓഫ് ആന്റിബോഡി. ആന്റിജൻ ഉണ്ട് താനും, എന്നാൽ ആബ്സെൻസ് ഓഫ് ആന്റിബോഡീസ് ആണ് അല്ലെ? During the window period, antigen like P24 detect before antibody form. And during the window period, antibodies are not yet formed, but HIV RNA is detectable by
PCR. ഓക്കെ, അപ്പൊ ശ്രദ്ധിക്കാം. എന്താണ് വിൻഡോ പീരീഡിൽ ആന്റിബോഡീസ് ഇല്ല, പക്ഷെ HIV RNA PCR വഴി ഡിറ്റക്ട് ചെയ്യാൻ സാധിക്കും. നമ്മൾ ഇവിടെ പറഞ്ഞു പ്രസൻസ് ഓഫ് ആന്റിജൻ ആണ്, പക്ഷെ എന്താ ആന്റിബോഡി ഇല്ല അല്ലെ. അപ്പൊ ആന്റിബോഡി എന്ന് വെച്ചാൽ നമുക്ക് ഡിറ്റക്ട് ചെയ്യാനായിട്ടും സാധിക്കില്ല. പക്ഷെ നമുക്ക് PCR വെച്ച് ഈ HIV RNA നമുക്ക് ഡിറ്റക്ട് ചെയ്തെടുക്കാൻ സാധിക്കും. ഓക്കെ, HIV ഏത് ഫാമിലിയെ വരിക? HIV ഏതില് വരിക? ഫ്ലാവി വൈറസ് ആണോ? ഏതിൽ വരും? പാരാമിക്സ് ആണോ? ഓർത്തോമിക്സ് ആണോ? റെട്രോ വൈറസ് ആണോ? ഏതിലെ വരിക? ഒന്ന് കമന്റ് ചെയ്തേ. HIV ഏതിൽ വരും? RNA വൈറസ് ആണ് അല്ലെ. HIV RNA ആണ്. RNA വൈറസ് ആണ്. നമ്മൾ വൈറസ് പഠിക്കുമ്പോൾ നമ്മൾ ക്ലാസിഫിക്കേഷനും കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലെ. DNA വൈറസ് ഉണ്ട്, RNA വൈറസ് ഉണ്ട്. RNA പോസിറ്റീവ് ഉണ്ട്, നെഗറ്റീവ് ഉണ്ട്, ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ എഡ്യൂസിൽ തന്നെ ഒരു ഷോർട്ട് വീഡിയോ പോലെ ഇട്ടിട്ടുണ്ട്. നമ്മൾ എപ്പോഴും മറന്നു പോകുന്ന ഒരു കാര്യമാണ് ഈ DNA RNA വൈറസ്. നമുക്ക് എപ്പോഴും ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതാണ്. കാരണം ഒന്നിലല്ലേ ഇപ്പൊ പാരാമിക്സ്, അവരുടെ മീസിൽസ്, മംസ്, RSV അങ്ങനെ കുറെ കാറ്റഗറികളൊക്കെ വരുന്നുണ്ട് അല്ലെ. അപ്പൊ നമുക്കൊരു കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ നമ്മൾ അതിന്റെ ന്യൂമോണിക്സ് ഒക്കെ നമ്മൾ എഡ്യൂസിൽ നമ്മൾ ഷോർട്ട് വീഡിയോ ഒക്കെ ആയിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പൊ അതെല്ലാവരും നിർബന്ധമായിട്ടൊന്ന് കാണുക, കാരണം എപ്പോഴും കൺഫ്യൂഷൻ വരുന്നതാണ്. നിങ്ങൾ തന്നെ ഒരു സ്റ്റിക്കി നോട്ടൊക്കെ ഉണ്ടാക്കി RNA വൈറസസും DNA വൈറസസും ഒക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ലാബ് ടെസ്റ്റ് കൺഫേം HIV ആഫ്റ്റർ പോസിറ്റീവ് ELISA? PCR, വെസ്റ്റേൺ ബ്ലോട്ട്, CD4 കൗണ്ട്, ദെൻ വൈറൽ കൾച്ചർ. ഏതാണ്? ഏത് ലാബ് ടെസ്റ്റ് ആണ് കൺഫേം ചെയ്യുന്നത്? ELISA പോസിറ്റീവ് ആയി, അതിനുശേഷം നമുക്ക് കൺഫേം ചെയ്യണമല്ലോ. അത് ഏത് വെച്ചാൽ നമ്മൾ ചെയ്യാറ്? PCR ആണോ, അതോ വെസ്റ്റേൺ ബ്ലോട്ട് ആണോ, CD4 കൗണ്ട് ആണോ, അതോ വൈറൽ കൾച്ചർ ആണോ? ഏതാണ് ചെയ്യാം? എങ്ങനെ നമുക്ക് അതിനെ കൺഫേം ചെയ്യാം? വെസ്റ്റേൺ ബ്ലോട്ട് വെച്ചിട്ടാണ് നമ്മൾ കൺഫേം ചെയ്യുന്നത്. വെസ്റ്റേൺ ബ്ലോട്ട് ഈസ് യൂസ് ടു കൺഫേം പോസിറ്റീവ് ELISA result by detecting antibody to specific viral protein. ഓക്കെ, അപ്പൊ ഓപ്ഷൻ ബി ആണ്, വെസ്റ്റേൺ ബ്ലോട്ട് ആണ് നമ്മൾ ആൻസർ വരും. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ELISA generation detect both HIV antigen and antibody? ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ആൻഡ് ഫോർത്ത്. വിച്ച് ELISA ജനറേഷൻ ആണ് ഈ HIV ആന്റിജനെയും ആന്റിബോഡിനെയും ഡിറ്റക്ട് ചെയ്യുന്നത്? ഫസ്റ്റ് ജനറേഷൻ ആണോ, അതോ സെക്കൻഡ് ജനറേഷൻ ആണോ, അതോ തേർഡ് ജനറേഷൻ ആണോ, അതോ ഫോർത്ത് ജനറേഷൻ ആണോ? ഏത് ELISA ഏത് ജനറേഷൻ ആണ് ബോത്ത് ആന്റിജനെയും ആന്റിബോഡിനെയും ഡിറ്റക്ട് ചെയ്യുന്നത്? ഓപ്ഷൻ ഡി ആണ്, ഫോർത്ത് ജനറേഷൻ ആണ്. ഓക്കെ, ഫോർത്ത് ജനറേഷൻ ELISA ഡിറ്റക്ട് ബോത്ത് HIV ആന്റിബോഡി ആൻഡ് P24 ആന്റിജൻ. എന്തിനാണ് ഡിറ്റക്ട് ചെയ്യുന്നത്? HIV ആന്റിബോഡിനെയും P24 ആന്റിജനെയും ഡിറ്റക്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ഫോർത്ത് ജനറേഷൻ ആണ് ELISAയുടെ ഫോർത്ത് ജനറേഷൻ ആണ്, ഒന്ന് ശ്രദ്ധിക്കാം. ഓക്കെ, നെക്സ്റ്റ്, മോസ്റ്റ് സ്പെസിഫിക് മോളിക്കുലർ മെത്തേഡ് ഫോർ ഏർലി HIV ഡിറ്റക്ഷൻ? ELISA, വെസ്റ്റേൺ ബ്ലോട്ട്, HIV DNA PCR, ദെൻ ഇമ്മ്യൂണോബ്ലോട്ട്. ഏതാണ് മോസ്റ്റ് സ്പെസിഫിക് ആയിട്ടുള്ള മോളിക്കുലർ മെത്തേഡ്? ഏർലി HIV ഡിറ്റക്ഷൻ ആയിട്ടുള്ള മോസ്റ്റ് സ്പെസിഫിക് ആയിട്ടുള്ള മോളിക്കുലർ മെത്തേഡ് ELISA ആണോ, അതോ വെസ്റ്റേൺ ബ്ലോട്ട് ആണോ, അതോ HIV DNA PCR ആണോ, അതോ ഇമ്മ്യൂണോബ്ലോട്ട് ആണോ? ഏതാണ്? ഇവിടെ കറക്ഷൻ ഉണ്ട്, RNA എന്നാണ്. ഓക്കെ, ഏതാ വരുവാ? ELISA എന്നാണ് എല്ലാവരും ആൻസർ ചെയ്യുന്നത്. HIV RNA PCR ആണ്. പ്രോവൈറസ് ഏർലി ഡിറ്റക്ഷൻ ആണ് അല്ലെ. ഏർലി ഡിറ്റക്ഷൻ ആണ് ചോദിച്ചിട്ടുള്ളത്. മോസ്റ്റ് നമുക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ HIV ഇവിടെ RNA എന്നാണ് കേട്ടോ. ഡിറ്റക്ട് പ്രോവൈറസ് ഏർലി വിത്ത് ഹൈ സെൻസിറ്റിവിറ്റി ആൻഡ് സ്പെസിഫിസിറ്റി. അത്രയും ഹൈ സെൻസിറ്റീവ് ആയിട്ട് സ്പെസിഫിക് ആയിട്ട് നമുക്ക് കറക്റ്റ് ഇതാണ് നമുക്ക് കണ്ടുപിടിക്കണം അല്ലേ. നമ്മളിപ്പോ ELISA കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കൺഫേം ചെയ്യാൻ അങ്ങനെ ബാക്കി പ്രൊസീജിയേഴ്സ് ഒക്കെ ഉണ്ട് അല്ലേ. അപ്പൊ നമ്മൾ വളരെ സ്പെസിഫിക് ആയിട്ട് മോസ്റ്റ് അക്യുറേറ്റ് ആയിട്ട് നമുക്ക് കിട്ടാൻ നമ്മൾ HIV DNA PCR ആണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ നേരത്തെ ഒരു ക്വസ്റ്റ്യനിൽ നമ്മൾ ഓപ്ഷൻ കണ്ടു, നമ്മൾ HIVയുടെ RNA PCR വെച്ച് ഡിറ്റക്ട് ചെയ്യുന്ന കാര്യം നമ്മൾ അതിൽ കണ്ടു അല്ലെ. ദെൻ ഏർലിയസ്റ്റ് ഡിറ്റക്ടബിൾ മാർക്കർ ഇൻ HIV ഇൻഫെക്ഷൻ ഈസ് GP120 antibody, CD8 T cells, then P24 antigen, GP41. ഏതാണ്? ഏർലിയസ്റ്റ് ഡിറ്റക്ടബിൾ മാർക്കർ ആണ് HIV ഇൻഫെക്ഷനിൽ വളരെ ഏർലിയസ്റ്റ് ആയിട്ട്. GP120 ആന്റിബോഡി ആണോ, അതോ CD8 T cells ആണോ, അതോ P24 ആന്റിജൻ ആണോ, അതോ GP41 ആണോ? ഏതാണ് വരിക? ഏർലിയസ്റ്റ് ഡിറ്റക്ടബിൾ മാർക്കർ ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ കൺഫ്യൂഷൻ്റെ ഒരു ആവശ്യമില്ല, ഏർലിയസ്റ്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ് വരിക? അപ്പോ ഏത് വരും? യെസ്, വെരി ഗുഡ് ചിന്നു, രേഷ്മ, ചിപ്പി. ഓക്കെ, വെരി ഗുഡ്.
നമുക്ക് കൺഫ്യൂഷന്റെ ഒരു ആവശ്യമില്ല. ഏർലിയസ്റ്റ് ഡിറ്റക്ടബിൾ മാർക്കർ അല്ലെ P24 ആന്റിജൻ ആണ്. P24 ആന്റിജൻ ഈസ് അപ്പിയേഴ്സ് ഏർലി ബിഫോർ ആന്റിബോഡി പ്രൊഡക്ഷൻ സ്റ്റാർട്ട്. നമ്മൾ ആന്റിബോഡി പ്രൊഡക്ഷൻ സ്റ്റാർട്ടിന് മുമ്പേ P24 ആന്റിജൻ ആണ് നമ്മൾ ഈ P കഴിഞ്ഞ MCQലൊക്കെ കണ്ടു അല്ലേ. അപ്പൊ നമുക്ക് ഒരു ഡൗട്ടും ഇല്ല. ഏർലിയസ്റ്റ് ഡിറ്റക്ടബിൾ മാർക്കർ ചോദിക്കുകയാണെങ്കിൽ വിത്ത് നോ ഡൗട്ട് നമുക്ക് പറയാം P24 ആന്റിജൻ. Then CD4 count less than 200 mul defines window period, early infection, AIDS, then zero conversion illness. എന്താണ് CD4 കൗണ്ട് 200 മ്യൂലിനേക്കാളും താഴെയാണെങ്കിൽ എന്താണത്? വിൻഡോ പീരീഡ് ആണോ, അതോ ഏർലി ഇൻഫെക്ഷൻ ആണോ, എയ്ഡ്സ് ആണോ, അതോ സീറോ കൺവേർഷൻ ഇൽനെസ് ആണോ? ഏത് കണ്ടീഷൻ ആയിരിക്കും? CD4 കൗണ്ട് 200 ഒരു 200 മ്യൂലിലെ ലെവലിനേക്കാൾ താഴ്ന്നു കഴിഞ്ഞാൽ എന്താണ് അവിടെ സംഭവിക്കുക? എന്താ പറയുക? യെസ്, എയ്ഡ്സ് ആണ് അല്ലേ. ലെസ് ദാൻ CD4 ലെസ് ദാൻ 200 മ്യൂൽ ആണെങ്കിൽ ഇൻഡിക്കേറ്റ് പ്രോഗ്രഷൻ ടു എയ്ഡ്സ്. യെസ്, വെരി ഗുഡ്. എല്ലാവരും ഓപ്ഷൻ സി ആണ് അല്ലേ ആൻസർ ചെയ്താണ്. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. മോസ്റ്റ് കോമൺ ന്യൂറോളജിക്കൽ മാനിഫെസ്റ്റേഷൻ ഇൻ എയ്ഡ്സ് ഈസ് മൾട്ടിപ്പിൾ സ്ക്ലിറോസിസ്, എയ്ഡ്സ് ഡിമെൻഷ്യ കോംപ്ലെക്സ്, ദെൻ ഒപ്റ്റിക് ന്യൂറോട്ടിക്സ്, ദെൻ മെനിഞ്ചൈറ്റിസ്. ഏതാ വരുക? ന്യൂറോളജിക്കൽ മാനിഫെസ്റ്റേഷൻ ആണ് ചോദിച്ചിട്ടുള്ളത്. മോസ്റ്റ് കോമൺ ആയിട്ടുള്ള ന്യൂറോളജിക്കൽ മാനിഫെസ്റ്റേഷൻ ഇൻ എയ്ഡ്സ് മൾട്ടിപ്പിൾ സ്ക്ലിറോസിസ് ആണോ, അതോ എയ്ഡ്സ് ഡിമെൻഷ്യ കോംപ്ലെക്സ് ആണോ, അതോ ഒപ്റ്റിക് ന്യൂറൈറ്റിസ് ആണോ, അതോ മെനിഞ്ചൈറ്റിസ് ആണോ? ഏതാണ് കോമൺ ആയിട്ടുള്ള ന്യൂറോളജിക്കൽ മാനിഫെസ്റ്റേഷൻ? ഏതാണ് കോമൺ ആയിട്ടുള്ള ന്യൂറോളജിക്കൽ മാനിഫെസ്റ്റേഷൻ? ഏത് വരും? ഏതാണ് വരുക? ഓപ്ഷൻ ബി ആണ്. എയ്ഡ്സ് ഡിമെൻഷ്യ കോംപ്ലെക്സ് ആണ്. ഇറ്റ്സ് കോസ്ഡ് ബൈ HIV ഇൻഫെക്ഷൻ ഓഫ് മൈക്രോഗ്ലിയൽ സെൽസ്. ഓക്കെ, അതാണ് ന്യൂറോളജിക്കൽ മാനിഫെസ്റ്റേഷൻ. Then most effective way to prevent mother to child HIV transmission. നമ്മൾ മദർ ടു ചൈൽഡ് HIV ട്രാൻസ്മിഷൻ നടക്കുന്നുണ്ടല്ലോ അല്ലെ. അപ്പൊ അതെങ്ങനെയാണ്? ഏതാണ് മോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള പ്രിവെന്റീവ് മെത്തേഡ്? നമുക്ക് നോക്കാം. സിസേറിയൻ ഡെലിവറി, ദെൻ നോ ബ്രസ്റ്റ് ഫീഡിങ്, ദെൻ ആന്റി റിട്രോവൈറൽ തെറാപ്പി, ദെൻ ഇമ്മ്യൂണോഗ്ലോബുലിൻ. ഏതാണ് മോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള വേ? നമ്മൾ അമ്മയിൽ നിന്ന് കുഞ്ഞിലോട്ട് ആ ഒരു HIV ട്രാൻസ്മിഷൻ നമുക്ക് പ്രിവെന്റ് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് മെത്തേഡാണ് എടുക്കേണ്ടത്? എന്താ ചെയ്യുക? നമ്മൾ എന്ത് ചെയ്യണം? യെസ്, ഓപ്ഷൻ സി ആണ്. ആന്റി റിട്രോവൈറൽ തെറാപ്പി ആണ്. ആന്റി റിട്രോവൈറൽ തെറാപ്പി ആണ്. ദെൻ AZT ആൻഡ് അതർ ഡ്രഗ് റിഡ്യൂസ് പെരിനേറ്റൽ ട്രാൻസ്മിഷൻ സിഗ്നിഫിക്കൻറ്റ്ലി. ഓക്കെ, ആന്റി റിട്രോവൈറൽ തെറാപ്പി ആണ്. ഒന്ന് നോട്ട് ചെയ്യാം. Then which mutation gives resistance to HIV entry? ഏത് മ്യൂട്ടേഷൻ ആണ് HIV എൻട്രിയെ റെസിസ്റ്റൻസ് ടു HIV എൻട്രി? ഏത് മ്യൂട്ടേഷൻ ആണ്? HLA-DR1, CCR5 delta 32, then CD4 R71, then CXCR6 delta. ഏത് മ്യൂട്ടേഷൻ ആണ് റെസിസ്റ്റൻസ് HIVയുടെ എൻട്രിക്ക് ഒരു റെസിസ്റ്റൻസ് കൊടുക്കുന്ന മ്യൂട്ടേഷൻ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. HLA-DR1 ആണോ, അതോ CCR5 delta 32 ആണോ, അതോ CD4R71 ആണോ, അതോ CXCR6 ഡെൽറ്റ ആണോ? ഏതാ വരുക? ഏത് മ്യൂട്ടേഷൻ ആണ് HIVയുടെ എൻട്രിക്ക് റെസിസ്റ്റൻസ് കൊടുക്കുന്നത്? യെസ്, ഓപ്ഷൻ ബി ആണ് അല്ലെ. CCR5 delta 32. ഓക്കെ, delta 32 ആണ്. ഹോമോസൈഗസ് ഇൻഡിവിജ്വൽ വിത്ത് CCR5 delta 32 are resistant to HIV-1 infection. ഓക്കെ, അപ്പൊ HIV-1 ഇൻഫെക്ഷനോട് ആ ഒരു എൻട്രിക്ക് റെസിസ്റ്റൻസ് ആയിരിക്കുന്നത് ഈ മ്യൂട്ടേഷൻ ആണ്. ഏതാണ്? CCR5 delta 32. ഓക്കെ, ആ ഒരു സ്ക്വയർ അതുണ്ടല്ലോ, ട്രയാങ്കിൾ, അത് ഡെൽറ്റ ആണ്. അപ്പൊ CCR5 delta 32 ആണ് HIV എൻട്രിക്ക് ഒരു റെസിസ്റ്റൻസ് കൊടുക്കുന്നത്. Then next, which strain primarily responsible for AIDS pandemic? ഏത് സ്ട്രെയിൻ ആണ് എയ്ഡ്സ് പാൻഡമിക്കിനോട് റെസ്പോൺസിബിൾ ആയിരിക്കുന്നത്? HIV-1 ആണോ, അതോ HIV-2 ആണോ, HTLV-1 ആണോ, അതോ SIV ആണോ? ഏതാണ്? ഏത് സ്ട്രെയിൻ ആണ് എയ്ഡ്സ് പാൻഡമിക്കിനോട് പ്രൈമറിലി റെസ്പോൺസിബിൾ ആയിരിക്കുന്നത്? ഏതാണ്? ഏത് സ്ട്രെയിൻ ആണ്? HIV-1 ആണോ, അതോ HIV-2 ആണോ, HTLV-1 ആണോ, അതോ SIV ആണോ? ഏത് സ്ട്രെയിൻ ആണ്? ഒന്ന് കമന്റ് ചെയ്യോ. ഏതാണ്? ഏത് സ്ട്രെയിൻ ആണ് നമുക്ക് പാൻഡമിക് ആയിട്ട് റെസ്പോൺസിബിൾ നോക്കാം? HIV-1 ആണ് അല്ലെ. ഓപ്ഷൻ എ ആണ്. HIV-1 ആണ്. നമ്മൾ HIV-1 ആണ് മോർ പ്രിവാലന്റ് ആൻഡ് വിർലന്റ് ദാൻ HIV-2. ഈ HIV-2 നേരത്തെ നമ്മൾ ജനറ്റിക്കലി ക്ലോസർ ടു ഒരു ഡിസീസ് പറഞ്ഞിരുന്നു. ഏതായിരുന്നു അത്? ഓർമ്മയുണ്ടോ? ഈ HIV-2 നമ്മൾ ജനറ്റിക്കലി ക്ലോസർ ടു സിമിയൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് നമ്മൾ പറഞ്ഞു, SIV അല്ലെ. ആ ഒരു വൈറസിനോട് കുറച്ചുകൂടെ സിമിലർ ആണ്.
ഓക്കെ, നമ്മൾ ഓപ്ഷൻ എപ്സ്റ്റീൻ ബാർ വൈറസ് ഒക്കെ ആയിട്ട് നമ്മൾ ഓപ്ഷൻ പറഞ്ഞിരുന്നു. ഓക്കെ, അപ്പൊ അത് HIV-2 ആയിരുന്നു അതിനോട് സിമിലർ ആയിട്ടുള്ളത്. അപ്പോൾ കുറച്ചുകൂടി നമ്മൾ എയ്ഡ്സ് പാൻഡമിക് ആയിട്ടുള്ളത് റെസ്പോൺസിബിൾ ആയിട്ടുള്ളത് HIV-1 തന്നെയാണ്, നമുക്കതിൽ ഡൗട്ട് ഒന്നുമില്ല. HIV-2 കുറച്ചുകൂടി മൈൽഡർ ആണ്. ഓക്കെ, ദെൻ പ്രൈമറി ടാർഗറ്റ് സെൽ ഓഫ് HIV ഇൻഫെക്ഷൻ ഈസ് CD8 T cells, then B lymphocyte, then CD4 T helper cells, then natural killer cells. ഇത് വളരെ സിമ്പിൾ ആണ് അല്ലെ. പ്രൈമറി ടാർഗറ്റ് HIV ഇൻഫെക്ഷന്റെ പ്രൈമറി ടാർഗറ്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. നമ്മൾ HIV പഠിക്കുമ്പോൾ തന്നെ നമ്മൾ ഫസ്റ്റ് പഠിക്കുന്ന ഒരു കാര്യമാണ് അല്ലെ ഇതൊക്കെ. പ്രൈമറി ടാർഗറ്റ് ആണ് HIV ഇൻഫെക്ഷൻ വരുവാണെങ്കിൽ ഏതാണ് ആ പ്രൈമറി ടാർഗറ്റ് സെൽ? CD8 T cells ആണോ, അതോ B lymphocytes ആണോ, അതോ CD4 T helper cells ആണോ, അതോ NK അതായത് നമ്മുടെ നാച്ചുറൽ കില്ലർ സെൽസ് ആണോ? ഏതാണ് വരുക? ഇത് വളരെ ഇമ്പോർട്ടന്റ്. യെസ്, CD4. ഓക്കെ, വെരി ഗുഡ്. പ്രിയ, ഷാനു, ഓക്കെ, ശ്രീ, അമിന, ഓക്കെ ഓക്കെ, വെരി ഗുഡ്. ഓപ്ഷൻ സി ആണ് അല്ലെ. നമുക്കൊന്നും നോക്കാനില്ല, നമുക്ക് ഇത് ഓപ്ഷൻ കാണാതെ തന്നെ നമുക്ക് പറയാം. പ്രൈമറി ടാർഗറ്റ് HIV ഇൻഫെക്ഷൻ വരികയാണെങ്കിൽ HIV ഇൻഫെക്ഷന്റെ പ്രൈമറി ടാർഗറ്റ് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ഉടനെ തന്നെ പറയാം അല്ലെ, CD4 T helper cells ആണ്. അപ്പൊ നമ്മൾ 2-3 MCQs ഇതേ റിലേറ്റ് ചെയ്ത് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു അല്ലെ. അപ്പൊ നമുക്ക് ഓപ്ഷൻ നോക്കാതെ തന്നെ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റാവുന്നതാണ് പ്രൈമറി ടാർഗറ്റ്. ഡയറക്റ്റ് ക്വസ്റ്റൻ ആണ്, അപ്പൊ നമുക്ക് തിരിച്ചോ മറിച്ചോ അങ്ങനെ ഒന്നും ചോദിച്ചിട്ടില്ല. ഡയറക്റ്റ് ആ HIV ഇൻഫെക്ഷൻ വരുമ്പോൾ ആ പ്രൈമറി ടാർഗറ്റ് അത്രേ ചോദിച്ചിട്ടുള്ളൂ. ഓക്കെ, അപ്പോ HIV ബൈൻഡ് ആൻഡ് ഡിപ്ലീറ്റ്സ് CD4+ T cells ആണ്. Then mechanism of immune evasion by HIV include all except. അപ്പൊ എക്സെപ്റ്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഇമ്മ്യൂൺ ഇവേഷൻ മെക്കാനിസം HIV immune evasion mechanism ആണ് include all except high mutation in ENV gene, then suppression of MHC1 by NEF, killing CD4 cells, then producing IL-2 interleukin 2. ഏതാണ് ആ ഒരു ഇമ്മ്യൂൺ ഇവേഷൻ മെക്കാനിസം? HIV-യുടെ ഇമ്മ്യൂൺ ഇവേഷൻ മെക്കാനിസം ആണ്. അതിൽ ഇൻക്ലൂഡ് എല്ലാം ഇൻക്ലൂഡ് ആണ്, പക്ഷെ ഒരാൾ മാത്രം എക്സെപ്റ്റ് ആണ്. ഇതില് ഈ മെക്കാനിസത്തില് HIV-യുടെ ഇമ്മ്യൂൺ ഇവേഷൻ മെക്കാനിസത്തില് ഒരാൾ മാത്രം ഇതിലില്ല, കൂട്ടത്തിലില്ല. ആരാണ്? ഓപ്ഷൻ പറയുന്നത് ഹൈ മ്യൂട്ടേഷൻ ഇൻ ENV ജീൻ ആണ്, ദെൻ സപ്രഷൻ ഓഫ് MHC1 by NEF ആന്ന് പറയുന്നു, കില്ലിംഗ് CD4 സെൽസ് ആന്ന് പറയുന്നു, പ്രൊഡ്യൂസിങ് ഇന്റർലൂക്കിൻ 2 ആന്ന് പറയുന്നു. ഏതാണ് എക്സെപ്ഷൻ കേസ്? ഏതാണ് ഇതില് ഇമ്മ്യൂൺ ഇവേഷനില് മെക്കാനിസം ഏതാണ്? യെസ്, ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, പ്രൊഡ്യൂസിങ് IL അതായത് ഇന്റർലൂക്കിൻ 2. HIV does not produce interleukin 2, instead it disrupt immune function. അപ്പോൾ ഈ ഓപ്ഷൻ ഡി ആണ് ഈ കൂട്ടത്തിൽ പെടാത്തത്. ബാക്കിയൊക്കെ തന്നെ മെക്കാനിസം ഓഫ് ഇമ്മ്യൂൺ ഇവേഷൻ ആണ് ബൈ ആരുടെ? HIV. ഓക്കെ, ഹൈ മ്യൂട്ടേഷൻ ആയിക്കോട്ടെ, അതുപോലെ സപ്രഷൻ ഓഫ് MHC ബൈ NEF ആയിക്കോട്ടെ, അതുപോലെ തന്നെ കില്ലിംഗ് CD4 സെൽസ് ആയിക്കോട്ടെ. നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ, ടാർഗറ്റിംഗ് CD4+ T cells കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ പ്രൊഡ്യൂസിങ് ഇന്റർലൂക്കിൻ 2 അത് ഇവിടെ അല്ല. ഓക്കെ, അത് നമ്മൾ HIV പ്രൊഡ്യൂസ് ചെയ്യുന്നതല്ല, ഇന്റർലൂക്കിൻ 2. ഓക്കെ, ബാക്കിയെല്ലാം തന്നെ ഇതിന്റെ ഭാഗമാണ്. Then cell fusion caused by HIV leads to formation of plasmids, then syncytia, then microvilli inclusion bodies. Cell fusion caused by HIV എന്തുണ്ടാവുന്നു? ലീഡ്സ് ടു ഫോർമേഷൻ ഓഫ് എന്ത് ഫോം ചെയ്യുന്നു? പ്ലാസ്മിഡ് ആണോ, അതോ സിൻസൈറ്റി ആണോ, മൈക്രോവില്ലി ആണോ, അതോ ഇൻക്ലൂഷൻ ബോഡീസ് ആണോ? സെൽ ഫ്യൂഷൻ ഏത് വരും? ഓപ്ഷൻ എ ആണോ, ബി ആണോ, സി ആണോ, അതോ ഡി ഇൻക്ലൂഷൻ ബോഡീസ് ആണോ? ഏതാണ് വരിക? ഒന്ന് കമന്റ് ചെയ്തേ. സെൽ ഫ്യൂഷൻ ആരെ? കോസ്ഡ് ബൈ HIV ലീഡ് ടു ഫോർമേഷൻ ഓഫ് എന്ത് ഫോം ചെയ്യും? എന്താ ഫോം ചെയ്യും അവിടെ? എന്ത് ഫോം ചെയ്യും? യെസ്, ഓപ്ഷൻ ബി സിൻസൈറ്റി ആണ് അല്ലെ. നമ്മൾ GP120 പ്രോട്ടീൻ, GP120 അതുപോലെ തന്നെ GP41 interaction cause a fusion of infected and uninfected CD4+ cells ആയിട്ട് ഫോമിങ് മൾട്ടി ന്യൂക്ലിയേറ്റഡ് സിൻസൈറ്റി ഉണ്ടാവും. ഓക്കെ, അപ്പൊ ശ്രദ്ധിക്കുക, സെൽ ഫ്യൂഷൻ നമ്മൾ GP120 അതുപോലെ തന്നെ GP41 അതിന്റെ ഇന്ററാക്ഷൻ വഴി നമ്മൾ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള അൺഇൻഫെക്റ്റഡ് ആയിട്ടുള്ള CD4 സെൽസ് കൂടിയിട്ടാണ്. ഓക്കെ, വെരി ഗുഡ്. എല്ലാവരും യെസ് ഓപ്ഷൻ ബി ആണ് അല്ലെ. പ്രിയ, അമിന, ഓക്കെ, വെരി ഗുഡ്. ഓപ്ഷൻ ബി ആണ്, ഓപ്ഷൻ ബി ആണ് നമ്മൾ ആൻസർ വരിക. Then HIV can be inactivated by 50% of ethanol, 10% of formalin, then 0.1% of sodium chloride, then freezing at -20 degrees Celsius. HIV എങ്ങനെ ഇനാക്ടിവേറ്റ് ആക്കുന്നേ? നമ്മൾ 50% എത്തനോൾ ആണോ, അതോ ഫോർമാലിൻ 10% ഓഫ് ഫോർമാലിൻ ആണോ, അതോ സോഡിയം ക്ലോറൈഡ് 0.1% സോഡിയം ക്ലോറൈഡ് ആണോ കൊടുക്കുക, അതോ നമ്മൾ അതിനെ -20 ഡിഗ്രിയിൽ ഫ്രീസ് ചെയ്യും? എന്ത് ചെയ്താലാണ് HIV ഇനാക്ടിവേറ്റഡ് ആവുക?
ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്ത് ചെയ്താലാണ്, എങ്ങനെയാണ് അതിനെ ഇനാക്ടിവേറ്റ് ആക്കുക? HIV നമുക്ക് എങ്ങനെ ഇനാക്ടിവേറ്റ് ആക്കാം? എത്തനോൾ ആണോ കൊടുക്കുക, അതോ ഫോർമാലിൻ ആണോ കൊടുക്കുക, അതോ സോഡിയം ക്ലോറൈഡ് ആണോ, അതോ അതിനെ ഫ്രീസ് ചെയ്യോ? എന്ത് ചെയ്യും? എന്ത് ചെയ്താലാണ് ഇതൊന്ന് ഇനാക്ടിവേറ്റ് ആയി കിട്ടുക? യെസ്, ഓപ്ഷൻ എ ആണ്, 50% ഓഫ് എത്തനോൾ ആണ്. ഓക്കെ, HIV is thermolabile and sensitive to alcohol based disinfectant. ആൽക്കഹോൾ ബേസ്ഡ് ആയിട്ടുള്ള ഡിസിൻഫെക്റ്റന്റിനോട് ഇത് വളരെ സെൻസിറ്റീവ് ആണ്. ഒരു 50% എത്തനോൾ ഉണ്ടെങ്കിൽ തന്നെ അത് ഇനാക്ടിവേറ്റഡ് ആകും. ഓക്കെ, ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ വരിക, 50% ഓഫ് എത്തനോൾ. ഓക്കെ, ദെൻ ടാറ്റ് പ്രോട്ടീൻ ഇൻ HIV ഈസ് റെസ്പോൺസിബിൾ ഫോർ. ടാറ്റ് പ്രോട്ടീൻ, നമ്മൾ HIV ഒരുപാട് പ്രോട്ടീൻ കാര്യങ്ങൾ NAF, ENG, അതുപോലെ തന്നെ POL ഒക്കെ പഠിച്ചിട്ടുണ്ട് അല്ലെ. അതിൽ ടാറ്റ് പ്രോട്ടീൻ എന്താണ് റെസ്പോൺസിബിൾ ആയിരിക്കുന്നത്? നമ്മൾ അപ്പോപ്റ്റോസിസ് ഇൻഹിബിഷൻ ആണോ, അതോ സെൽ ഫ്യൂഷൻ ആണോ, അതോ വൈറൽ ട്രാൻസ്ക്രിപ്ഷൻ എൻഹാൻസ് ചെയ്യോ, അതോ CD8 സെൽസിനെ സപ്രസ് ചെയ്യോ? എന്ത് ചെയ്യും? ടാറ്റ് പ്രോട്ടീൻ ആണ്. HIV വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് നമ്മൾ GP120 ഓരോ ഗ്ലൈക്കോപ്രോട്ടീൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഈ ടാറ്റ് പ്രോട്ടീൻ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് എന്തിനാണ് എൻകോഡ് ചെയ്യുന്നത്? വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഒന്ന് ഓർത്തിരിക്കുക. ഓക്കെ, ടാറ്റ് പ്രോട്ടീൻ HIV എന്തിനോടാണ് റെസ്പോൺസിബിൾ ആയിരിക്കുന്നത്? ഇൻഹിബിഷൻ ഓഫ് അപ്പോപ്റ്റോസിസ് ആണോ, അതോ ഫ്യൂഷൻ ഓഫ് സെൽസ് ആണോ, അതോ എൻഹാൻസിങ് വൈറൽ ട്രാൻസ്ക്രിപ്ഷൻ ആണോ, സപ്രസിങ് CD8 സെൽസ് ആണോ? ഒന്ന് കമന്റ് ചെയ്തേ. ഇത് വളരെ സിമ്പിൾ ആണ്, ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് അല്ലെ, തിരിച്ചു മറിച്ച് ഒന്നും ചോദിച്ചിട്ടില്ല, സ്റ്റേറ്റ്മെന്റ് വൈസ് ഒന്നുമല്ല. ആ ടാറ്റ് പ്രോട്ടീന്റെ HIV ടാറ്റ് പ്രോട്ടീന്റെ ആ ഒരു റെസ്പോൺസിബിൾ എന്താണ് ഡയറക്റ്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ് വരിക? ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് അല്ലെ. എൻഹാൻസിങ് വൈറൽ ട്രാൻസ്ക്രിപ്ഷൻ ആണ്. ടാറ്റ് എൻഹാൻസസ് വൈറൽ ജീൻ എക്സ്പ്രഷൻ അല്ലെ. എന്താണ് ടാറ്റ് പ്രോട്ടീന്റെ HIV ടാറ്റ് പ്രോട്ടീന്റെ എന്താണ് ഡ്യൂട്ടി? എന്താ? എൻഹാൻസിങ് വൈറൽ ട്രാൻസ്ക്രിപ്ഷൻ, അതാണ് ചെയ്യുന്നത്. ഓക്കെ, then Kaposi's sarcoma in AIDS is caused by HIV2, HTLV, then HHV8, then CMV. എന്ത് വരും? Kaposi's sarcoma in AIDS caused by HIV2 ആണോ, അതോ HTLV ആണോ, അതോ HHV8 ആണോ, അതോ CMV ആണോ? ഏത് വരും ആൻസർ? എല്ലാവരും ഒന്ന് കമന്റ് ചെയ്തേ. ഏത് വരും ആൻസർ? യെസ്, രേഷ്മ, ദർശന. ഓക്കെ, ഓപ്ഷൻ സി ആണ്. വെരി ഗുഡ്. ഓക്കെ, ഓപ്ഷൻ സി ആണ്, HHV8 ആണ്. ഹ്യൂമൻ ഹെർപ്പസ് വൈറസ് 8, HHV ആണ് ഫുൾ ഫോം കേട്ടോ. ഹ്യൂമൻ ഹെർപ്പസ് വൈറസ് 8 ഈസ് എ കോസേറ്റീവ് ഏജന്റ് ഓഫ് Kaposi's sarcoma. CMV എന്താ? CMV ഒന്ന് കമന്റ് ചെയ്യോ. CMV എന്താ ഫുൾ ഫോം? CMV എന്താ? CMV വൈറസ് എന്താണ്? സൈറ്റോ മെഗാലോ വൈറസ് അല്ലേ. നമ്മൾ ഔൾസൈഡ് ഡിസീസ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഒരുപാട് നമ്മൾ വൈറസിലെ ഇപ്പൊ കിസിംഗ് ഡിസീസ്, നമ്മൾ എപ്സ്റ്റീൻ ബാർ വൈറസ് ആണ്. ഓക്കെ, അപ്പൊ ഓരോന്നിനും ഇങ്ങനെ നമ്മളിപ്പോ ബാക്ടീരിയയിൽ നമ്മൾ ഒരുപാട് പേര് പഠിച്ചിട്ടുണ്ട്. നമ്മൾ ടംബ്ലിംഗ് മോട്ടിലിറ്റി, നമ്മൾ സ്വാമിംഗ് മോട്ടിലിറ്റി അല്ലെ, നമ്മൾ റൈസ് വാട്ടർ സ്റ്റൂൾ, അങ്ങനെ ഓരോ ബാക്ടീരിയക്ക് ഓരോ ഡിസീസിനാണെങ്കിലും സ്പെഷ്യൽ ഓരോ കുഞ്ഞു പേരുകളൊക്കെ ഉണ്ടാവുമല്ലോ അല്ലെ. ഇപ്പൊ നമ്മൾ ലൈം ഡിസീസ്, അല്ലെങ്കിൽ നമ്മൾ റിലാപ്സിംഗ് ഫീവർ, അണ്ടുലന്റ് ഫീവർ, ട്രെഞ്ച് ഫീവർ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. ഓരോ പേരുകൾ നമ്മൾ ഓരോ ബാക്ടീരിയക്കും, ഈച്ച് ബാക്ടീരിയക്കും ഇങ്ങനെ ഓരോ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതുപോലെ തന്നെ നമ്മൾ വൈറസിലുണ്ട് അതുപോലെയൊക്കെ തന്നെ. നമ്മൾ കിസിംഗ് ഡിസീസ്, ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഔൾസൈഡ് ഡിസീസ്, അങ്ങനെ കുറച്ച് പേരുകൾ, നമ്മൾ സ്ലാപ്പിഡ് ചീക്ക്, അങ്ങനെ കുറെ വൈറസ് ഒക്കെയാണ്. അപ്പൊ നമ്മൾ ഇനി വരും ക്ലാസ്സുകളൊക്കെ ഡിസ്കസ് ചെയ്യും. അപ്പൊ അങ്ങനെ ഓരോ കുഞ്ഞു പേരുകളുണ്ട്. അപ്പൊ ആ ഒരു പേരുകളൊക്കെ ഒന്ന് നോട്ട് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിരിക്കും. കാരണം നമുക്ക് പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്യൂഷൻ വരും. പ്രത്യേകിച്ച് ബാക്ടീരിയയിൽ അങ്ങനെ വളരെ കൺഫ്യൂഷൻ വരുന്ന പേരുകളാണ്. നമ്മളിപ്പോ അണ്ടുലന്റ് ഫീവർ, റിലാപ്സിംഗ് ഫീവർ, അങ്ങനെ കുറെ കണക്ട് ചെയ്ത പേരുകളുണ്ട്. പക്ഷെ വൈറസിൽ അത്രയും ഒരു കൺഫ്യൂഷൻസ് ഇല്ല. എന്നിരുന്നാലും ഓരോ കുഞ്ഞു പേരുകളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് സ്റ്റിക്കി നോട്ടൊക്കെ ആയിട്ട് നമ്മളെപ്പോഴും നമ്മൾ കാണുന്ന രീതിക്ക് ഒന്ന് വെച്ചാൽ നന്നായിരിക്കും. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ് നോക്കാം. മെയിൻ ഗോൾ ഓഫ് ആന്റി റിട്രോവൈറൽ തെറാപ്പി ART is to cure HIV, kill HIV reservoir, inhibit viral replication and reduce morbidity, then neutralize P24 antigen. അപ്പൊ നമ്മൾ ആന്റി റിട്രോവൈറൽ തെറാപ്പി നേരത്തെ പറഞ്ഞു. നമ്മൾ മദർ ടു ബേബി HIV എങ്ങനെ പ്രിവെന്റ് ചെയ്യാം എന്നുള്ളതിൽ നമ്മൾ പറഞ്ഞു ആന്റി റിട്രോവൈറൽ തെറാപ്പി ആണെന്ന് പറഞ്ഞു, എടുക്കാമെന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ ശരി, ഓക്കെ, നമ്മൾ ആന്റി റിട്രോവൈറൽ തെറാപ്പി ഒക്കെ എടുക്കുന്നു. പക്ഷെ എങ്ങനെയാണത്? എന്താണ് അതിന്റെ മെയിൻ ഗോള്?
HIV നിന്ന് ക്യൂർ നമ്മൾ HIV കംപ്ലീറ്റ് ആയിട്ട് മാറി ഒക്കെ ആവുന്നതാണോ, അതോ HIV റിസർവോയറിനെ കില്ല് ചെയ്യുന്നതാണോ, അതോ ഇൻഹിബിറ്റ് വൈറൽ റെപ്ലിക്കേഷൻ ഇൻഹിബിറ്റ് ചെയ്യുക, അതുപോലെ തന്നെ റിഡ്യൂസ് മോർബിഡിറ്റി ആണോ, അതോ ന്യൂട്രലൈസ് P24 ആന്റിജനെ ന്യൂട്രലൈസ് ചെയ്യാണ്? എന്താണ് നമ്മൾ ആന്റിറിട്രോവൈറൽ തെറാപ്പി യൂസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു, പക്ഷെ എന്താണ് അത് എന്താണ് ചെയ്യുന്നത്, എങ്ങനെയാണ് അത് നമ്മൾ HIV നിന്ന് ഒരു പ്രിവെൻഷൻ അല്ലെങ്കിൽ നമുക്ക് എങ്ങനെയാണ് അതൊരു സേഫ് മെത്തേഡായിട്ട് നമ്മൾ എങ്ങനെയാണ് അതിനാണ് യൂസ് ചെയ്യുന്നത്, എന്താണ് അതിന്റെ മെയിൻ ഗോള്? ഇതിൽ ഏതാ വരിക? HIV നിന്നും നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഒരു ക്യൂർ ആണോ അത് പ്രൊവൈഡ് ചെയ്യുന്നത്, അതോ HIV റിസർവോയറിനെ കില്ല് ചെയ്യോ, അതോ ഈ വൈറൽ റെപ്ലിക്കേഷൻ ഇൻഹിബിറ്റ് ചെയ്യുക, അതുപോലെ തന്നെ മോർബിഡിറ്റിനെ റിഡ്യൂസ് ചെയ്യാണോ, അതോ നമ്മുടെ പറഞ്ഞ നമ്മുടെ ഏർലിയസ്റ്റ് ഡിറ്റക്ടർ മാർക്കർ ആണ് അല്ലെ P24, അതിനെ ന്യൂട്രലൈസ് ചെയ്യോ, എന്താണ് ചെയ്യാം? എന്ത് ചെയ്യും? Antiretroviral therapy ART. Option C, inhibit viral replication and reduce morbidity. ART reduces viral load, അതുപോലെ തന്നെ നമ്മൾ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇംപ്രൂവ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, then which molecular method amplifies RNA directly and does not reduce thermocycling? എന്താണ്? ഏത് മോളിക്കുലർ മെത്തേഡ് ആണ് ഈ RNA ആംപ്ലിഫൈ ചെയ്യുന്നത് ഡയറക്ട്ലി, പക്ഷെ തെർമോസൈക്ലിംഗ് റിക്വയർ ചെയ്യുന്നില്ല, അല്ലാണ്ട് ആംപ്ലിഫൈ ചെയ്യുന്നത്? PCR ആണോ, അതോ NASBA ആണോ, അതോ വെസ്റ്റേൺ ബ്ലോട്ട് ആണോ, LAZ ആണോ? ഏതാണ് വരുക? തെർമോസൈക്ലിംഗ് പറയുന്നില്ല, ശ്രദ്ധിക്കണം, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, പക്ഷെ ആംപ്ലിഫൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഏത് മോളിക്കുലർ മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് RNA ഡയറക്ട്ലി ആംപ്ലിഫൈ ചെയ്യുന്നത്? പ്രത്യേകിച്ച് എടുത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഡസ് നോട്ട് റിക്വയർ തെർമോസൈക്ലിംഗ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പൊ എന്തായാലും PCR അല്ല അല്ലെ, PCR തെർമോസൈക്ലിംഗ് അല്ലെ, നമ്മൾ ഡിനാച്ചുറേഷൻ ആനിലിംഗ് എക്സ്റ്റൻഷൻ ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആരാ PCR കണ്ടുപിടിച്ചത്? ആരാ? PCR നമ്മൾ വളരെ അക്യുറേറ്റ് ആൻഡ് നമ്മൾ ഇപ്പൊ വളരെയധികം നമ്മൾ മോളിക്കുലർ ഫീൽഡിൽ യൂസ് ചെയ്യുന്നതാണ് അല്ലെ നമ്മൾ PCR നമ്മൾ ആംപ്ലിഫൈ ചെയ്യാനൊക്കെ ആയിട്ട് നമ്മൾ DNA ഒക്കെ ആംപ്ലിഫൈ ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് PCR. അപ്പൊ നമ്മൾ അതിന്റെ 3 സ്റ്റെപ്പുകളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഡിനാച്ചുറേഷൻ, അനിലിംഗ്, എക്സ്റ്റൻഷൻ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മൾ ഒരുപാട് ഡിസീസിനൊക്കെ നമ്മൾ ഡിറ്റക്ട് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത് PCR ആണ്. നമ്മൾ നേരിട്ട കൊറോണ സാഹചര്യത്തിലാണെങ്കിലും നമ്മൾ അതിന്റെ ഒരു ഡയഗ്നോസ്റ്റിക് മെത്തേഡ് ഒക്കെ ആയിട്ട് നമ്മൾ PCR ഒക്കെ കണ്ടുവന്നതാണ്. കാരിബി മുള്ളീസ് ആണ് PCR ഡിസ്കവർ ചെയ്തത്. 1983 ഡിസ്കവർ ചെയ്തത്. അവരുടെ കണ്ടുപിടുത്തത്തിന് 1993 നോബൽ പ്രൈസ് കിട്ടുകയും ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ സിനിമ പേരൊന്ന് ആലോചിച്ച് വെച്ചാൽ മതി. 1983 നമുക്ക് ഇന്ത്യക്ക് ഫസ്റ്റ് വേൾഡ് കപ്പ് കിട്ടിയ ഇയർ ആണ്, അങ്ങനെ ഒന്ന് ആലോചിച്ച് വെക്കുക 1983. പിന്നെ ഫിലിമുണ്ട് അല്ലെ, അപ്പൊ അങ്ങനെ ഒന്ന് ആലോചിച്ച് വെക്കാം. ഓക്കെ, അപ്പോ അതല്ല നമ്മുടെ ക്വസ്റ്റ്യൻ. ഇപ്പൊ ഇവിടെ ചോദിച്ചിട്ടുള്ളത് തെർമോസൈക്ലിംഗ് റിക്വയർ ആവാതെ നമ്മൾ RNA ഡയറക്ട്ലി ആംപ്ലിഫൈ ചെയ്യാനുള്ള മെത്തേഡാണ്. ഇതിലേതാണ് വരിക? PCR ആണോ, അതോ NASBA ആണോ, അതോ വെസ്റ്റേൺ ബ്ലോട്ട് ആണോ, അതോ LAZ ആണോ? ഏത് വരും? യെസ്, ഓപ്ഷൻ ബി ആണ് അല്ലെ, NASBA ആണ്, NASBA ആണ് വരിക. NASBA is a isothermal technique used for amplifying RNA, useful in viral load monitoring. ഓക്കെ, ബാക്കി നമുക്ക് ഈ RNA ആംപ്ലിഫൈ ചെയ്യുന്നതല്ല. അപ്പൊ ഇവിടെ നമ്മുടെ NASBA ആണ് ആൻസർ വരിക. ഓക്കെ, അതാണ് ഐസോതെർമൽ ടെക്നിക്, എന്നിട്ട് നമ്മുടെ RNA ആംപ്ലിഫൈ ചെയ്യാനായിട്ട്. ഓക്കെ, ബാക്കി നമുക്ക് വെസ്റ്റേൺ ബ്ലോട്ട് LAZ ആണെങ്കിലും നമ്മൾ സ്ക്രീനിങ് ചെയ്യാനും അതുപോലെ തന്നെ കൺഫേം ചെയ്യാനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ബാക്കി മോളിക്കുലർ മെത്തേഡ്സ് ആണ്. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ. അപ്പൊ നമ്മൾ HIV റിലേറ്റ് ചെയ്ത കുറച്ച് MCQs ആണ്. നമ്മൾ അതിന്റെ ഫസ്റ്റ് ഫാമിലി മുതൽ നമ്മൾ റെട്രോവൈറസ് പറഞ്ഞു, അത് കഴിഞ്ഞിട്ട് ജീനസ്, സബ് ഫാമിലി കാര്യങ്ങൾ, ലെന്റിവൈറസ്, ബാക്കി കാര്യങ്ങൾ പറഞ്ഞു. അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രോട്ടീൻസ്, അതുപോലെ തന്നെ നമ്മൾ ഗ്ലൈക്കോ പ്രോട്ടീൻ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ ടാഗ് ജീൻസ്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ജീൻസും കാര്യങ്ങളും, അതുപോലെ തന്നെ വിൻഡോ പീരീഡ്, HIV റിലേറ്റ് ചെയ്തിട്ടുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, അതുപോലെ തന്നെ എന്തിനാണ് ടാർഗറ്റ് ചെയ്യുക, ഏത് സെല്ലിനാണ് ടാർഗറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ഏർലി ഡിറ്റക്റ്റബിൾ ആയിട്ടുള്ള മാർക്കർ. അപ്പോൾ നമ്മൾ HIV റിലേറ്റ് ചെയ്ത വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് MCQs ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത്. അപ്പോൾ ഈ ക്ലാസ് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ നമുക്ക് ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്, അതുപോലെ നമ്മൾ എക്സാം റിലേറ്റ് ചെയ്തിട്ട് നമുക്ക് എക്സാമിന് ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത ചോദിച്ചിട്ടുള്ള ഏരിയ റിലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ MCQs ഒക്കെ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്